ഹായ് ഹാപ്പി മോർണിംഗ്. ഓക്കെ താങ്ക്സ്. എന്തൊക്കെയുണ്ട്? ഞാൻ ചോദ്യം ചോദിക്കാൻ വന്നതാ. ഈ രാഹുൽ മാങ്കുട്ടം വിഷയത്തിൽ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്ത് ചേട്ടൻ യോജിക്കുന്നുണ്ടോ? രാഹുൽ അല്ലേ ഇപ്പം മെൻസ് കമ്മീഷൻ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ ഞാനൊരു ടൈലറാണ്. എനിക്ക് 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 ഏറ്റവും അടുത്തറിയാവുന്ന ഒരു 3ഓളം തയ്യക്കാർ 3 മാസം കഴിഞ്ഞാണ് അവർ പുറത്തിറങ്ങിയത്. അപ്പം നമുക്ക് പറയാനുള്ളത് കേൾക്കില്ല, നമ്മളെ എക്സ്പോസ് ചെയ്യണു. അപ്പം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനും വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഈ 3 മാസം കഴിഞ്ഞ് അവൻ 5 വർഷം കേസ് നടത്തിയിട്ട് കാശ് വാങ്ങിച്ച് സെറ്റിൽ ചെയ്ത് പോയി. ഞാൻ തയ്യക്കാരനായ ഇപ്പം നമ്മൾ പലരേറ്റും അളവെടുക്കലും പിടിക്കലൊക്കെ വേണ്ടി വരും. ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മീഡിയ കവറേജിന് വേണ്ടിയിട്ട് ഈ ലേഡീസ് അങ്ങനെ വരുന്നത് വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് മെൻസ് കമ്മീഷൻ ആവശ്യമുണ്ട്. പുരുഷന് പറയാനുള്ളത് കേൾക്കാനും പുരുഷൻ കേൾക്കാനുള്ളൊരു ആളുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതേമാതിരി എന്തുകൊണ്ട് ഈ മറ്റേ സ്ത്രീകളുടെ ഫോട്ടോ പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ജെൻസിനെയും കാണിക്കാൻ പാടില്ല എന്നേ. ക്ലാസ് നമ്മളെ കോട്ട് പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കാണിക്കാതിരിക്കാൻ നീക്കട്ടെ. പക്ഷെ ഈ കേസ് വന്ന് ഇതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് വന്നതിന് ശേഷം ജെൻസിനും കാണിക്കാൻ പാടുള്ളൂ. അതാണ് പ്രശ്നം. ഇത് പിന്നെ ഈ പുതിയ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി പിന്നെ ഇപ്പം സരിതനെ പറ്റി സരിത എത്ര പേർക്ക് അപവാദം ഉണ്ടാക്കി? ഇത് വല്ലതും തെളിഞ്ഞോ? അവള് ഇപ്പൊ ഗവൺമെന്റിന്റെ ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആളാ. അപ്പൊ അതിൽ തന്നെ കളി മനസ്സിലായി. അതിനിപ്പോ പൈസ മേടിച്ചാൽ വേറെ കാര്യം. ഇത് നമ്മൾ ഡയറക്റ്റ് വോയിസ് കേട്ടതാണ്. സരിത പലരുടെ നിന്നും ജോലി ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന PSC മാരത്തെ ഒരാളായി പോയി സരിത ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റിന് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് കേസ് കൊണ്ടുവരികയാണ്. ഓക്കെ, കാരണം പേഴ്സണലി ഒക്കെ പേഴ്സണൽ ഇതാണിത്. പറഞ്ഞു മനസ്സിലായി. സോ ഒരു ആണിനും പെണ്ണിനും അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ട്. ലൈക്ക് ഇറ്റ് ഓർ ഡോണ്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ ഇത് കുത്തിപ്പൊക്കുന്ന ഇതും പണ്ടേ ഉണ്ട്. ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഇന്ന് മീഡിയ ഉള്ളതുകൊണ്ട് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഹൈലൈറ്റ് ആവുന്നു എന്നേ ഉള്ളൂ. ഇത് പുതിയ പ്രതിഭാസം ഒന്നുമല്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ട് ഒരാൾ ഉണ്ടാവുമ്പോൾ ഇത് വരും. ഇപ്പം LDFിലാണെങ്കിലും NDF ഇതിലാണെങ്കിലും ഏതിലാണെങ്കിലും കുറച്ച് ആൾക്കാർ ഇതിലുണ്ട്. അത് നഗ്ന സത്യമാണ്, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ അത് പൊളിറ്റിക്കലായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ പറയുക, ഒരാൾ പറയുമ്പോൾ വേറൊരാളെ നമ്മൾ പറയും. തീർച്ചയാണ്. കാരണം ആരും പകൽമാന്യന്മാരില്ല. ആക്ച്വലി രാത്രി ലൈറ്റ്സ് പെട്ടെന്ന് വരികയാണെങ്കിൽ ഓരോരുത്തരുടെ മുഖം വേറെ മനസ്സിലാവും. അതാണ്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചോളം ഇപ്പോൾ 50% നിങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട് അല്ലേ? ഈക്വൽ റൈറ്റ്സ് ആണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് മറ്റേ ഇൻഡിപെൻഡൻസ് എന്ന് ചോദിക്കുന്നത്? ഫുള്ളി ഫ്രീഡം ഇസ് ദർ. പിന്നെ എന്തുകൊണ്ട് നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു? കാരണം ഞാനും നിങ്ങൾ ഒന്നാ. ഈക്വൽ റൈറ്റ്സ് ആണ് എൻ്റെ നിങ്ങളത്. അപ്പോൾ പിന്നെ അത് വരുമ്പോൾ ഒരു എരവാദം എന്തിനു വരുന്നു? ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്തിനീ എരവാദം വരുന്നു? കാരണം ഈക്വൽ റൈറ്റ്സ് ആണ്. ഞാൻ എന്തെങ്കിലും ചെയ്താൽ യു ക്യാൻ ജസ്റ്റ് 2 കുത്ത് എനിക്ക് കൊടുക്കാം. നിങ്ങൾ ചെയ്യുന്നില്ല, പിന്നെ നിങ്ങൾ കേസിന് പോകണോ? അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ ശരിക്കും യു ക്യാൻ പ്രൊട്ടക്റ്റ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്ന് അതാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അത് അധികമായി പോകും. എന്താ പറഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീ വിരുദ്ധമാവും, ചിലപ്പോൾ പുരുഷ വിരുദ്ധമാവും. ഒന്നും പറഞ്ഞുകൂടാക്കാലത്ത് ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. പക്ഷെ ഇപ്പം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ സ്ത്രീകളുള്ളത് കൊണ്ട് നല്ല സ്ത്രീകളും കൂടെ ഇതിൽ നാണക്കേടാവാണ്. പ്രതികരിക്കണമെങ്കിൽ ഉടനെ പ്രതികരിക്കണം. ചിലർ ബസ്സിൽ പ്രതികരിക്കും. ലേറ്റാക്കലല്ല. ഇത് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടും കേസ് കൊടുക്കുന്ന ആൾക്കാർ. ഇതിലിപ്പോൾ എന്താണുള്ളത്? ഒന്നുമില്ല. യു ഹാവ് ടു ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇന്ന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഏതെങ്കിലും ഒരു മീഡിയനെ വിളിച്ചാലോ അവിടെ ഓടി വരും അവർ ചെയ്യാൻ വേണ്ടി. എനിക്കിങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വരാത്തത്? അപ്പം അതിൻ്റെ വയ്യുള്ള താല്പര്യം വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടറിയണം. നല്ല ഇന്ത്യയിലത്തെ നല്ല സ്ത്രീകളെ സംബന്ധിച്ചോളം ഈ ഒരു പ്രവണത കയറി വരുന്നുണ്ട്. അപ്പം അത് മുളയിലെ നുള്ളിക്കളയേണ്ടത് സ്ത്രീകൾ തന്നെയാണ്, പുരുഷന്മാരല്ല. സ്ത്രീകളാണ് മുമ്പോട്ട് വരേണ്ടത്. ഇന്നത്തെ നടക്കുന്ന കാര്യങ്ങൾ ഞാനില്ല ഒന്നും പറയുന്നില്ല. കാരണം എല്ലാ പാർട്ടിയിലും ആൾക്കാരുണ്ട്. ഈ MLA ഉണ്ടെങ്കിൽ അതിൽ MLA ഉണ്ട്, അതിൽ MLA ഉണ്ട്. അതിനെക്കൊണ്ട് അതിലേക്ക് ഞാനില്ല. പക്ഷെ ഇതാണ് സത്യം.